നമസ്കാരം പറഞ്ഞ നമസ്കാരം അറിയട്ടോ. കേൾക്കാം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. സംസാരിക്കുന്നുണ്ട് ആരോ? അനുഷാദം സുഖല്ലേ? സുഖം, സുഖം, പരമാനന്ദം, സന്തോഷായിരിക്കുന്നു. മതി. പ്രാർത്ഥനയെല്ലാം പറഞ്ഞപ്പോ മുങ്ങിയ ചില ആൾക്കാർ ഗ്രൂപ്പിലുണ്ട്. ചില പണിഷ്മെന്റുകൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നൊരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. കുറെ ദിവസമായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വിളിക്കുകയും ചെയ്തൊരു സബ്ജക്റ്റാണ്. നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറെ ഡ്രൈവിങ്ങിലായിരുന്നു ഞാൻ പോലും. അപ്പോ ആ സമയത്തൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ അതിനെ, ഇപ്പൊ ഞാൻ ഒരു ദിവസം ഒരു യാത്ര അങ്ങനെ സമയത്ത് എത്തേണ്ടതാണെങ്കിൽ പോലും ഒരു 2 hours ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വീണ്ടും ഡ്രൈവിങ് ആരംഭിച്ചത്. അപ്പൊ ആ വിഷയത്തിൽ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകുന്നൊരവസ്ഥ. അവസ്ഥയില് കണ്ണ് അടയുന്നില്ല, കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ ഉറങ്ങുകയാണ്. അത് ഒരുപാട് ടൈമിലേക്ക് ആയിരിക്കില്ല, കുറച്ച് സെക്കൻഡുകളോ കുറച്ച് മിനിറ്റുകളോ ഒക്കെ ആയിരിക്കും അത് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആക്സിഡന്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റോഡിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1920 കാലഘട്ടങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നിരുന്നു അത്ര സംവിധാനങ്ങളിൽ. എന്തുകൊണ്ടാണ്, എന്താണ് സംഗതികൾ. അപ്പൊ അതിന് ആ ഒരു പ്രോബ്ലത്തിന് പറയുന്ന പേര് തന്നെ നമ്മളൊരു കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പിടിയിലേക്ക് നമ്മൾ ഇങ്ങനെ പോകുന്നൊരു അവസ്ഥയാണ്. അതിനെ പറയുന്ന ഒരു ഹിപ്നോസിസ് അവസ്ഥയാണ്. അതിനെ പറയുന്നതിന് ഹൈവേ ഹിപ്നോസിസ് നടത്തുന്നത്. ഹൈവേ ഹിപ്നോസിസ് എന്നാണ് ആ പ്രോബ്ലത്തിന് തന്നെ പറയുന്നത്. അതായത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, പെട്ടെന്ന് കണ്ണുകൾ അടയുന്നില്ല, പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോകും. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലായിരിക്കും സംഭവിക്കുക, ആക്സിഡന്റ് ഉണ്ടാവും. എങ്ങനെയാണ് ഇത് സംഭവിക്കപ്പെടുക എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇതിൽ ഒരു ലോങ് ജേണിയിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുക. അല്ലെങ്കിൽ വളരെ ലേറ്റായിട്ട് വാഹനം ഓടിക്കുന്നവർക്കും അല്ലെങ്കിൽ അതിരാവിലെ വാഹനം ഓടിക്കുന്നവരിലുമാണ് ഈ ഒരു പ്രോബ്ലംസ് കാണുക. പകൽ സമയങ്ങളിൽ വളരെ അപൂർവമാണ് ഇത് സംഭവിക്കപ്പെടുക. അപ്പോ സാധാരണ നമുക്ക് ഈ ലേറ്റായിട്ട് വണ്ടി ഓടിക്കുമ്പോഴും അതിരാവിലെ ഓടിക്കുമ്പോഴും നമ്മൾ ഉറക്കത്തിന് ചില കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ഈ സംഭവിക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ കോമൺ ആയി സംഭവിക്കപ്പെടുന്ന ഒരു കാര്യം, നമ്മളൊരു ലോങ് ജേണി ഇങ്ങനെ ഹൈവേയിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ പോകുമ്പോൾ തടസ്സങ്ങളൊന്നുമില്ലാത്ത റോഡാണെന്ന് കരുതുക. അപ്പോ നമ്മൾ ഒരേപോലെ തന്നെയാണ്, ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യം വരുന്നത്, ആക്സിലേറ്റർ കാല് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് പോലും സ്റ്റഡി ആയിട്ട് എങ്ങനെ വാഹനം പോവാണ്. ആ സമയത്തൊക്കെ നമ്മള് ഈ യാത്ര ചെയ്യുന്ന ദൂരങ്ങളിലെ പകുതി പോലും കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടാവില്ല. നമ്മുടെ മനസ്സിലത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല, കാഴ്ചകൾ കാണുന്നില്ല, ആ സന്ദർഭങ്ങൾ അറിയുന്നില്ല, ഓർക്കുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു അവസരത്തിൽ നമ്മളിങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്രെയിനിന് വർക്ക് കുറയുകയാണ്. ബ്രെയിനിന്റെ ഒരു ഭാഗം മാത്രം പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ നമ്മൾ കാണുകയും കേൾക്കുകയും കൂടെ ഇരിക്കുന്ന ഒരാൾ, ഇപ്പൊ ലോങ് ജേണിയിലൊക്കെ ഡ്രൈവേഴ്സിന്റെ കൂടെ ഇരുന്ന ഒരാൾ സംസാരിക്കുന്ന കാണാം. ഇപ്പോ ഡ്രൈവർ ചെയ്യുന്ന സമയത്ത് കണ്ടക്ടറിൽ നിന്ന് ഉറക്കെ സംസാരിക്കും. നമ്മൾ ഈ KSRTCയുടെ ലോങ് സർവീസിലൊക്കെ പോയാൽ ഫ്രണ്ടിൽ ഭയങ്കര സംസാരമായിരിക്കും. ഇവര് പല വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഇല്ല, ഒരേ ഇരിപ്പ് തന്നെ ഒരാൾക്ക്, അതും കംഫർട്ട് ആയിട്ടുള്ള സീറ്റ്, വളരെ സുഖകരമായിരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റ് ആണെങ്കിൽ ഈ സംഗതികൾക്കുള്ള സാധ്യത കൂടുതലായി. അപ്പൊ ഇങ്ങനെ പറ്റും, നമ്മുടെ കാല് ഇങ്ങനെ ആക്സിലേറ്ററിൽ താന്നിരിക്കുന്നു, അത് ഒന്ന് ചലിക്കുന്ന പോലുമില്ല, കൈകൾ ഇങ്ങനെ തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരേപോലെ പിടിച്ചിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പോർഷൻ മാത്രം
പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന സമയത്ത് ബ്രെയിനിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കും. ആ റെസ്റ്റ് എടുക്കുന്ന അവസ്ഥ, ആ സമയമാണ് ഈ പറയുന്ന ഹൈവേ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സ് മാത്രം, കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, കാലും ചിലട്ട് ചവിട്ടിയിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് വേറൊരു ബ്രെയിനിന്റെ മറ്റൊരു പോർഷൻസിൽ എന്തില്ല, പ്രവർത്തനങ്ങളില്ല. ആ സമയത്ത് ബാക്കി ഭാഗങ്ങളെല്ലാം സൈലന്റ് ആയിക്കൊണ്ട് ഈ ഭാഗം മാത്രം ഉണർന്നിരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ പെട്ടെന്ന് ഒരു എടുക്കേണ്ട ഒരു തീരുമാനങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പെട്ടെന്നൊരു തടസ്സം മുമ്പിൽ വന്നാൽ പെട്ടെന്ന് ഇയാൾ ഉണരും, പക്ഷെ ഉണർന്ന് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ അപകടം കഴിഞ്ഞിട്ടുണ്ടാവും, ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരം സംവിധാനങ്ങൾക്ക് പറയുന്ന പേരാണ് ഹൈവേ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം. അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് ഇത് മനസ്സിലാക്കി നിൽക്കാൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോടൊപ്പമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അവയർനെസ് നൽകേണ്ടത് നമ്മളുടെ കടമയാണ്. ആസ് എ സൈക്കോളജിസ്റ്റുകൾ എന്ന രീതിയിൽ ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് നമ്മൾ അവർക്കൊരു കൃത്യമായ ഒരു അവയർനെസ് നൽകപ്പെടണം. അപ്പോ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഈ ഹൈവേ ഹിപ്നോസിസ് ഒഴിവാക്കാൻ പറ്റുന്നത്? അപ്പോ ഞാൻ പറയുകയുണ്ടായി, കംഫർട്ട് ആയിട്ടുള്ള ഒരു സീറ്റിൽ ഇരിക്കുന്നത് ഈ പറയുന്ന ഹൈവേ ഹിപ്നോസിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടുമെന്നുള്ളത്. എന്നാ പിന്നെ കാറിലെ സീറ്റ് അഴിച്ചു മാറ്റണോ? അല്ല. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്താൽ നമുക്ക് ഹൈവേ ഹിപ്നോസിസ് എന്ന പ്രോബ്ലം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റും എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു ദിവസം നിശ്ചയിക്കപ്പെടും. ആ ദിവസത്തിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഓരോരുത്തരും ഓരോ പോയിന്റുകൾ ആയിട്ട് കണ്ടെത്തുക. ഒരു പോയിന്റ് കണ്ടെത്തിയിട്ട് എന്താണ് ഹൈവേ ഹിപ്നോസിസിന് സൊല്യൂഷൻ എന്ന് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ വിഷയം ഇടുക. ആ വിഷയം ഇടുന്ന സമയത്ത് റിപ്പീറ്റ്, ഒരാളിട്ട അതേ വിഷയമാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണ്ട, കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ചകൾ വേണ്ട, ഇട്ട എന്നാലും എല്ലാവരും വിഷയങ്ങൾ തയ്യാറാക്കി ഇടാൻ വേണ്ടി നമ്മളൊരു സമയം തരും. ആ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ മെസ്സേജുകൾ ഇടുക. അല്ലാതെ ഒരാളെങ്കിൽ എന്ത് പറ്റും, ഒരാൾ ഇട്ടത് തന്നെ വേറൊരാള് ഒന്ന് സെർച്ച് ചെയ്യാതെ തന്നെ അത് തന്നെ കോപ്പി അടിച്ചിടും. അങ്ങനെ ഉണ്ടാവരുത്. എല്ലാവരും അസൈൻമെന്റുകൾ തയ്യാറാക്കുക. എല്ലാവരും എന്താണ് ഹൈവേ ഹിപ്നോസിസം എന്ന് മനസ്സിലാക്കി ഇനി അതിൽ നിന്ന് നമുക്ക് എങ്ങനെ, അതായത് ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ദീർഘദൂരം ഒരു യാത്ര പോകുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിലെ രണ്ടവയവം, കാലും കൈയും മാത്രം ഇങ്ങനെ പ്രവർത്തിക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് തലച്ചോറിന്റെ ഒരു ഭാഗം മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൈലന്റ് ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോവുകയും ഒരു ആക്സിഡന്റിലേക്ക് വാഹനം, അത് ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കാം, 2-3 സെക്കൻഡ് മുതൽ ചിലപ്പോൾ 1 മിനിറ്റ് വരെയൊക്കെ ഈ ഒരു പ്രോസസ്സ് സംഭവിക്കപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം കണ്ണടയുന്ന പോലും ഉണ്ടാവില്ല. അപ്പൊ ആ അവസ്ഥാവിശേഷമാണ് നമ്മളുടെ ഈ പറയുന്ന ആക്സിഡന്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. മെജോറിറ്റി നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾക്കൊന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ സൊല്യൂഷൻസ് എന്താണ്, അതിന് പരിഹാരം എന്തൊക്കെ, ഒരുപാട് പരിഹാര സൊല്യൂഷൻസ് ഉണ്ട് ഹൈവേ ഹിപ്നോസിസ്. നിങ്ങൾക്കത് റിസർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കണ്ടെത്തിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നമുക്കത് ഇടണം. അതാണ് ഇന്നത്തെ ഒന്നാമത്തെ ഡ്യൂട്ടി നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അതെല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അതെ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോ നമുക്കിനി ആ ഒരു പ്രോസസ്സ് സംഭവിക്കപ്പെടുക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയമൊന്നുമില്ല. എന്താ ചെയ്യണമെന്ന് അറിയാലോ നിങ്ങൾക്ക്, പറയുമ്പോൾ മാത്രം. അതായത് ആ സമയത്ത് നമുക്ക് ഇന്നിപ്പോ വ്യാഴാഴ്ചയാണല്ലേ, വെള്ളി, ശനിയാഴ്ച അതിനെ കിട്ടാൻ. അപ്പൊ ഇടുന്ന സമയത്ത് ടൈമിൽ പറയുന്നുണ്ടാവും, അത് സുരക്ഷയുടെ മെസ്സേജ് ഇടുന്നുണ്ടാവും ഗ്രൂപ്പ്. ആ സമയത്താണ് ഇട്ടത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നോക്കുന്നുണ്ടാവണം. അപ്പൊ നമുക്ക് എല്ലാവരുടെയും അക്സസ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ അത്രയും സാധനം നമ്മൾ ഇടും. എല്ലാവരും അതിനെക്കുറിച്ച് പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ച് വെച്ചിട്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ട് അത്. ഓക്കെ, സുരേഷിയുടെ ക്ലിയർ അല്ലേ? ഓക്കെ 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 ഓക്കെ
ഇതിനെ പറ്റിയിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കാം അല്ലെങ്കിൽ തരണം ചെയ്യാം എന്നുള്ള സജഷൻസ് അല്ലേ അതിൽ ഉദ്ദേശിക്കുന്നത്? അതെ, അതായത് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഹൈവേ ക്വിക്നെസ്, എന്താണ് അതിന്റെ റെമഡി, എന്താ സൊല്യൂഷൻ ചോദിച്ചാൽ നമ്മൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത്, അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ ഓക്കെ സർ. ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് 4-5 ആയിരിക്കാം, പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ആലോചിച്ചാൽ ഒരുപാട് റെമഡികൾ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അതെന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് സർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ അടുത്തുള്ള ഒരു കാര്യമാണ്, നമ്മുടെ പ്രൊഫഷണൽ കാര്യമാണ്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു വ്യക്തി, ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായി മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിന് ശേഷം ചർച്ച ചെയ്യുന്നുണ്ടാവും. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകാൻ വേണ്ടി ഇന്നു മുതൽ നമ്മളെല്ലാവരും ഒരു റീഡിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യും. പുസ്തകങ്ങൾ വായിക്കുക എന്ന കാര്യത്തിന് വളരെ പ്രസക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കാരണം ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ പറയുന്ന കാര്യങ്ങൾ, പുസ്തകത്തിന്റെ റിലീസിംഗ് എന്ന് പറയുന്നത് ഒരു ഗർഭധാരണം പോലെ തന്നെ. ഒരു അമ്മ ഗർഭം ധരിച്ചിട്ട്, ഒരു സ്ത്രീ ഗർഭം ധരിച്ചിട്ട് കുട്ടിയെ പ്രസവിക്കുന്ന പോലെയാണ് ഒരു പുസ്തകത്തിന്റെ പ്രകാശനം എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം അവരുടെ ജീവിതത്തില് അവരെ എന്താ, ഇപ്പോ ബെന്യാമിന്റെ ഒരു പ്രശസ്തമായൊരു വാക്യമുണ്ട്. അതായത് നമ്മൾ കാണാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് അല്ലെ. പക്ഷെ ജീവിതത്തില് അനുഭവത്തിലൂടെ കടന്നുപോയ അവരുടെ അനുഭവങ്ങളാണ് പുസ്തകങ്ങളിൽ കടന്നു വരുന്നത്. നമ്മളൊരു പക്ഷെ കാണാത്ത കാര്യങ്ങൾ നമുക്ക് കെട്ടുകഥകൾ പോലെ തോന്നുമായിരിക്കാം, പക്ഷെ അതൊക്കെ അവരുടെ അനുഭവങ്ങളാണ്. യഥാർത്ഥ ജീവിതം എന്താണെന്നും ചില ആൾക്കാരുടെ ജീവിത അനുഭവങ്ങൾ എന്താണെന്നൊക്കെ ഇത് വ്യക്തമാക്കുന്നതാണ് ഒരുപാട് പുസ്തകങ്ങൾ. അപ്പം എത്ര പുസ്തകങ്ങൾ, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ. നമുക്ക് എല്ലാം ഒരിക്കലും വായിക്കാനാവില്ല. ബട്ട് നമുക്ക് എന്താവാം, ഒരു പുസ്തകമെങ്കിലും നമ്മൾ വായിക്കാനും മനസ്സിലാക്കാനും. ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടത് മിനിമം ഒരു പുസ്തകത്തിന്റെ ഒരു 3 പേജെങ്കിലും നമ്മളൊന്ന് വായിക്കുകയും ആ വായിച്ച പുസ്തകത്തെ കുറിച്ചുള്ള ഒരു നോട്ടുകൾ തയ്യാറാക്കി, അതിന്റെ പോയിന്റുകൾ എന്താണ്, അതിന്റെ കണ്ടന്റ്സ് എന്ന് തയ്യാറാക്കി വെച്ചിട്ട് അതിന്റെ ആ ചാപ്റ്ററോ അങ്ങനെ അല്ലെങ്കിൽ ടോട്ടൽ ആ പുസ്തകത്തെ കുറിച്ചൊക്കെ ഒരു നമ്മൾക്കൊരു ഒരു 1 month ലിസ്റ്റ്, ജനുവരി ഓൺവേർഡ്സ് നമ്മൾ ഓരോ പ്രോഗ്രാമുകളും ഓരോരുത്തരും ഓരോ പുസ്തകം പരിചയപ്പെടുത്തും. ആ പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ ആ പുസ്തകം എഴുതിയത് ആരാണ്, എന്താണ് അതിന്റെ കണ്ടന്റ്, എന്താണ് അതിൽ നമുക്കൊരു സംഗ്രഹിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ആ പുസ്തകത്തിന്റെ ഒരു വിശേഷങ്ങൾ നമ്മളായിട്ട് പങ്കുവയ്ക്കാം. അപ്പോ ഒരു പക്ഷേ ആ പുസ്തകം നമ്മുടെ ഈ 50 പേരും ഓരോ പുസ്തകങ്ങൾ വായിക്കുന്നെങ്കിൽ നമ്മളെല്ലാവരും 50 പുസ്തകത്തെ കുറിച്ച് അറിയുകയാണ്. അപ്പോ നമ്മൾ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിയാവുന്ന അതില് നമ്മൾ ഈ പുരാണ ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങളൊന്നും നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്യിക്കണ്ട. കാരണം അതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ഞാൻ വായിച്ച രാമായണമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടന്റ് പറയാമെന്നാൽ നമുക്ക് പറഞ്ഞാലും തീരില്ല. പിന്നെ ഭാഗവതമാണെന്ന് പറഞ്ഞ് പിന്നെ ശ്രീമാനി ചില സപ്താഹമൊക്കെ ഞങ്ങൾ മൊത്തം കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത്തരം സംഗതികൾ മാറിയിട്ട് വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ചിലരുടെ അനുഭവങ്ങൾ, അല്ലെ ഓട്ടോഗ്രാഫി, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതും ആരും വായിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് തന്നെ എടുത്തിട്ട് ഇത് നമുക്കത് അവതരിപ്പിക്കാം. അപ്പൊ ഒരു വായനാശീലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന വിഷയം എന്നൊന്നുമില്ല കേട്ടോ, എന്ത് കാര്യത്തെ കുറിച്ച് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം ഒരു റീഡിങ് ഹാബിറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു പ്രധാന കാര്യം. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ എക്സർസൈസുകൾ വളരെ ആവശ്യമാണ്. വ്യായാമത്തിന് വളരെ പ്രാധാന്യം നമ്മൾ നൽകണം. വളരെയധികം ശ്രദ്ധിക്കുക. ഒരു 1/2 മണിക്കൂറെങ്കിലും നടക്കാനായിട്ടും ഒപ്പം എക്സസൈസുകൾ ചെയ്യാനായിട്ടും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക. പലപ്പോഴും നമ്മളുടെ അമ്മമാരും ചേച്ചിമാരും പെങ്ങന്മാരും ഒക്കെ ഭാര്യയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ അടുക്കളയിൽ കിടന്ന് തലകുത്തി മറിയുമല്ലേ, ഞങ്ങൾക്ക് എന്തിനാണ് പ്രത്യേകിച്ച് വ്യായാമം പറയുന്ന വ്യായാമം എന്താണെന്നറിയാത്ത ഒരുപാട് അമ്മമാരെയും സഹോദരിമാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അടുക്കളയിലുള്ള തലകുത്തി മറിച്ചിലല്ല വ്യായാമം എന്ന് പറയുന്ന, അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. ഒരു 1/2 hour യോഗ,
അല്ലെങ്കിൽ ഈ പറയുന്ന നടപ്പ്, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടും നമ്മുടെ ജീവിതത്തിലെ. യോഗയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട് സജീവമായിട്ട്. അപ്പോൾ അത് സാധാരണ എനിക്കൊരു വിദ്യാർത്ഥി ധന്യജിയൊക്കെ യോഗ കണ്ടക്ട് ചെയ്യുന്നത് ഞായറാഴ്ചകളിൽ മാത്രമാണ് അല്ലെ? അപ്പൊ ഞായറാഴ്ചകളിൽ മാത്രം ആയിട്ട് അത് മാറുന്നത് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്താ അത് ചെയ്യാം. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം അല്ലെ? യോഗ നിത്യ ജീവിതത്തിൽ നിന്നാണ് എന്റെ ക്യാപ്ഷൻ തന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാര്യം എക്സർസൈസ് ആണെങ്കിൽ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു പുസ്തകം വായിച്ച് നോട്ട് തയ്യാറാക്കുന്നത് അല്ല, അതിനപ്പുറം നമ്മൾ കുറച്ചൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്, ഒരു പക്ഷെ നമുക്ക് ഇന്നുണ്ടായ ഒരു അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തോന്നിയ ഒരു ചിന്തകളായിരിക്കാം, എക്സോർവ്, എന്തായാലും എഴുതുക എന്ന് പറയുന്ന ഒരു ശീലം കൂടി നമുക്കുണ്ടാകും. 2023 ജനുവരി മാസത്തിൽ നമ്മൾ 50 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും. 50 പുസ്തകവും പ്രസിദ്ധീകരിക്കുന്ന ഒറ്റ പുസ്തകമായിട്ടാണ് 50 ഭാഗങ്ങൾ ഉണ്ടാകുന്ന ഒരു പുസ്തകം ഉണ്ടാവും. ഓരോരുത്തരും ഓരോ വിഷയങ്ങളെ കുറിച്ചാണ് ഓരോരുത്തരും എഴുതേണ്ടത്. അങ്ങനെ എഴുതി കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്കത് കറക്റ്റ് ചെയ്ത് അതൊരു എന്താക്കി മാറ്റുന്നു, ഒരു പുസ്തകമാക്കി മാറ്റുന്നു. ആ പുസ്തകങ്ങളെല്ലാം കൂടെ ചേർത്ത് 50 ഭാഗങ്ങളുള്ള ഒരു വലിയ പുസ്തകമായിട്ട് നമ്മൾക്ക് അത് പ്രസിദ്ധീകരിക്കാൻ പറ്റും. നാളെകളിൽ ഒരാൾക്ക്, പുതിയ ഒരു ബാച്ചിലേക്ക് അല്ലെങ്കിൽ പുതിയൊരാൾക്ക് ഒരു പക്ഷെ ഇത് വളരെ വലിയ മുതൽക്കൂട്ടായിട്ട് മാറും. അതിൽ ഈ പറയുന്ന എല്ലാ കണ്ടൻസും ഉണ്ട്. ചിലപ്പോൾ ഒരു കഥാരൂപത്തിലായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഏത് രൂപത്തിലായിക്കോട്ടെ, ഒരു നോവലുകളായിട്ടോ എന്തുകളായിട്ടോ അല്ലെങ്കിൽ എക്സോർവേ നമ്മുടെ അനുഭവങ്ങളായിട്ട് അതൊക്കെ അതിൽ കടന്നു വരാം. പക്ഷെ എഴുതുക എന്ന് പറയുന്നത് വായിക്കുന്ന ആൾക്ക് ഹൃദ്യമായി തോന്നുന്നു, അരോചകമാവുന്നതല്ല, കൃത്യമാവുന്ന, വായിച്ചാൽ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന തരത്തിലേക്ക് നമ്മൾ എഴുത്ത് ഒരു ശീലമാക്കി മാറ്റുക. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചുമ്മാ എഴുതി വയ്ക്കും നമ്മൾ, വീണ്ടും തിരുത്താം, ചിലപ്പോൾ അത് കളയാം. പക്ഷെ വീണ്ടും 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 ചെയ്താൽ ഒരു വർഷക്കാലം കൊണ്ട് ഒരു 10-50 പേജുള്ള ഒരു പുസ്തകം നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാക്കാം. അത് ഒറ്റ വോളിയമാക്കിയിട്ട് കിടക്കാം. ഒരുപക്ഷെ അത് കുട്ടികളൊക്കെ വില വാങ്ങുന്ന ഗ്രന്ഥമായിട്ട് പോലും മാറാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എഴുത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. 4ാമത്തെ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കംപ്ലൈന്റുകൾ പറയുന്നവരാവരുത്. നമുക്ക് നല്ലത് കംപ്ലൈന്റുകൾ പറയുക എന്നുള്ളതല്ല, സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ പരിപാടി കംപ്ലൈന്റുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുണ്ടാകും, അത് ശരിയല്ല, ഇത് ശരിയല്ല, അവര് ശരിയല്ല, ഇവര് ശരിയല്ല, മൊത്തത്തിൽ ശരിയല്ല. സത്യത്തിൽ ശരിയല്ലാത്തതാരാ? നമ്മൾ തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ കംപ്ലൈന്റുകൾ പറയുന്നവരായിട്ട് നമ്മൾ ഒരിക്കലും മാറില്ല. അതൊരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ്, നിസ്സാരമായ കാര്യമാണ്. വെറുതെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യും, വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചാൽ മാത്രമേ ഒരാൾ നന്നാകൂ എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അത് വലിയ വിഡിത്തമാണ്. അങ്ങനെ അയാൾ ചെയ്ത തെറ്റുകളെ ആവർത്തിച്ച് പറഞ്ഞു ചില ആൾക്കാരുണ്ട്, അയാൾക്കത് മനസ്സിലായിട്ടുണ്ട് തെറ്റാണ്, പക്ഷെ അതൊന്നും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് അയാളെ വിമർശിച്ച് ഇല്ലാണ്ടാക്കി മാനസികമായിട്ട് തകർത്ത് തരിപ്പണമാക്കി കളയുന്ന പ്രവണത അതുണ്ടാവരുത്. നമ്മളൊരിക്കലും കംപ്ലൈന്റുകൾ പറയുന്ന ആൾക്കാരല്ല. മിസ്റ്റേക്സ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോ അയാളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിപ്പിടിക്കാം, പക്ഷെ അത് അയാൾ നന്നാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അയാളോട് പേഴ്സണൽ ആയിട്ട് പറയണം. അപ്പൊ കംപ്ലൈന്റുകൾ പറയുന്നതിൽ അവരാക്കി. 5ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, കെയർ. ഒരു കെയർ നൽകാൻ നമ്മൾ തയ്യാറാണ്. മറ്റുള്ളവർക്ക് വേണ്ട ഒരു സംരക്ഷണം. നമ്മളല്ലേ ഒരു എംപതിക്കായിട്ട് മാറും. സിമ്പതി അല്ല എംപതി. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ കിടക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, അയാൾക്ക് ഇത് പറ്റിയത്. പക്ഷെ എംപതി എന്ന് പറഞ്ഞാൽ അയാളെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സഹായം എന്ന് ഒരു സാമ്പത്തികമായ സഹായം അങ്ങനെയാവുമ്പോൾ അതെ ഒരു മെന്റലി സഹായം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. 1ാമത്തെ കാര്യം റീഡിംഗ് ഹാബിറ്റ്. റീഡിംഗ് ഹാബിറ്റ്. ഡെവലപ്പ് റീഡിംഗ് ഹാബിറ്റ്.
രണ്ടാമത്തത് വ്യായാമം. എല്ലാ ദിവസവും യോഗ ചെയ്യണം, അല്ല ഞായറാഴ്ചകൾ മാത്രം എന്ന ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് ഡെയിലി അത് നമ്മൾ നിത്യ ജീവിതത്തിൽ അത് കൊണ്ടുവരിക, യോഗ ജീവിതത്തിൽ കൊണ്ടുവരിക. അതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. അപ്പൊ അത് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ? എഴുതുക. എന്താ പറഞ്ഞേ? സൊല്യൂഷൻ ഗിവർ ആവണമെന്ന്. സൊല്യൂഷൻ കംപ്ലൈൻസ് പറയാതിരിക്കുക. അത് ഒരിക്കലും ഒരാൾ കംപ്ലൈന്റുകൾ പറയുന്നവരല്ല, പരിഹാരം നൽകുന്നവരാണ്, സൊല്യൂഷൻ കൊടുക്കുന്നവർ. നമ്മള് കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ പരിഹാരം കൊടുക്കും. നമ്മൾ തന്നെ പരാതി പറഞ്ഞു തുടങ്ങി ഉണ്ടാവും. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇതിൽ പ്രാബല്യത്തിൽ വരുത്തുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു നല്ല വ്യക്തിത്വമായിരിക്കും. നമ്മളെ ഒരുപാട് ആൾക്കാർ അറിയാനും മനസ്സിലാക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്കിനി എന്തായാലും ഈ വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതെങ്ങനെയായിരിക്കണം, ഏത് തരത്തിലായിരിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഈ 5 പോയിന്റുകളെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു 10 മിനിറ്റാണ് ചർച്ച. അതിനുശേഷം നമ്മുടെ സെക്ഷൻ അവസാനിക്കും. അഞ്ചാമത്തെ പോയിന്റ് ഒന്നും കൂടിയും ക്ലിയർ ആവും. ഏതാണ്ട് ക്ലിയർ ആയില്ലേ? ഉണ്ടാവും. അഞ്ചാമത്തെ പോയിന്റ് ക്ലിയർ ആക്കി കൊടുക്കുന്ന ആരാണ്? ഒന്ന് പറയൂ. നമ്മുടെ സമീപനം കെയറിങ് ആയിരിക്കാം, എംപതറ്റിക് ആയിരിക്കാം, മറ്റുള്ളവരുടെ പെരുമാറ്റം. ഒരു സമീപനമാണ് ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാവേണ്ട ഒരു അഡ്ജസ്റ്റ്മെന്റ്. കെയറിങ്, ദാറ്റ് ഈസ് എംപതറ്റിക് ആയിട്ട് നമ്മളൊരു മാനസികമായിട്ട് തയ്യാറാവും. സുബ്രഹ്മണ്യ, ഈ സിമ്പതി എമ്പതിയും തമ്മിൽ എന്താ വ്യത്യാസം? എമ്പതി എന്ന് പറയുന്നത് ഒരാളുടെ പ്രശ്നം അയാളുടെ ഒരു കാഴ്ചപ്പാടില് സ്റ്റാൻഡിങ് ഇൻ ഹിസ് ഓൺ ഫുട്ട് എന്ന് പറയുന്ന അവസ്ഥ. സിമ്പതി എന്ന് പറയുന്നത് അയ്യോ പാവം എന്ന് കണ്ടിട്ട് നമ്മൾ അതിലൊരു പാവായി പോയി എന്ന് വിചാരിക്കുന്നതാണ്. അതുകൊണ്ട് അയാൾക്ക് വലിയ പ്രയോജനമില്ല. എമ്പതി കാണിക്കുമ്പോഴേ അയാൾക്ക് സ്വയം കാലിൽ നിൽക്കാനും ഒക്കെ ഉള്ളൊരു പ്രയാസം കഴിയാം, കാര്യങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുക എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ളപ്പോഴായിരിക്കും. ഓക്കെ, ഫൈൻ. ലക്ഷ്മി ചേച്ചി മനസ്സിലായോ? അഞ്ചാമത്തെ പോയിന്റ് ചോദിച്ചവർക്ക് മനസ്സിലായോ? ചേച്ചി ഷീലാജിയാണ് ചോദിച്ചത്. മനസ്സിലായി. ഷീല ചേച്ചിയാണ് ചോദിച്ചത്, മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പോയിന്റിനെ കുറിച്ച് ആരാ പറയുന്നത്? സംസാരിക്കൂ. റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടാവണം. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതിന്റെ ഗുണങ്ങൾ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ്? ഞാൻ പറയട്ടെ സാർ. പറയൂ. റീഡിങ് ഹാബിറ്റ്, കാരണം അതിൽ നമുക്ക് ടോപ്പിക് റെസ്ട്രിക്ഷൻ ഇല്ലെന്ന് സാറ് സൂചിപ്പിച്ചു. അപ്പൊ നമ്മൾ ഏത് മേഖലയിൽ വേണമെങ്കിൽ നമുക്ക് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് വായിക്കാം. അപ്പൊ നമ്മുടെ അറിവിന്റെ മേഖല എന്ന് പറഞ്ഞാൽ കൂടുതൽ വ്യാപ്തി ഉള്ളതായിരിക്കും. പിന്നെ ഒരു പ്രസി റൈറ്റിങ്ങിന് ഒരു ബ്രീഫായിട്ട് എഴുതുമെന്ന് പറയുമ്പോൾ നമ്മളത് കൂടുതൽ ഹൃദിസ്ഥമാവും. അത് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനും ചീത്ത ഏതാണ്, അതിനെന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉള്ള ഒരു പ്രചോദനം കിട്ടും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം പറഞ്ഞ ഒരു ഫിൽറ്റേർഡ് ആയിട്ടുള്ള, പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും. ഇത്രയാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഓക്കെ, വെരി ഗുഡ്, ഫൈൻ, കൺഗ്രാജുലേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, എക്സർസൈസിനെ കുറിച്ച് പറയുന്ന ആരാണ്? ഞാൻ പറയാം. ശ്വേത പറയൂ. കേൾക്കുന്നുണ്ടോ സാർ? നമ്മളെ എക്സസൈസ് എന്ന് പറയുന്നത് ശരീരം നമുക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എക്സസൈസിലൂടെ ഹാപ്പിനെസിനെ കുറിച്ച് ഒരു വീഡിയോ ഞാനിതിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻസൈമുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എക്സസൈസിലൂടെ കിട്ടുന്നൊക്കെയാണ് പറയുന്നത് ഹാപ്പിനെസിനെ കുറിച്ച്. എക്സസൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഉത്തമനായ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷനെ ചെയ്യുകയാണെങ്കിൽ ഉത്തമനായ മനുഷ്യന് അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എനർജി നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ്
എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റായ എക്സസൈസിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. മൂന്നാമത്തെ പോയിന്റ് ആരാ പറയുന്നത്? ഞാൻ പറയാം. യെസ്. എഴുതാൻ ശ്രമിക്കുക. എഴുതണമെങ്കിൽ നന്നായിട്ട് വായനാശീലം ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. എന്ത് വേണമെങ്കിലും എഴുതാൻ ശ്രമിക്കാം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും താല്പര്യം. ചിലപ്പോൾ കവിതയായിരിക്കും, ചിലപ്പോൾ നാടകമായിരിക്കും, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിരിക്കും. എന്തായാലും അത് എഴുതണം എന്ന് മോഹം വന്നാൽ പോരാ. പേന പേപ്പറിൽ തൊട്ടെങ്കിൽ മാത്രമേ എഴുത്ത് വരികയുള്ളൂ. ആലോചിച്ച് വിഷയം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയാൽ പോരാ. എഴുതാൻ തയ്യാറായി എനിക്ക് എഴുതണം എന്നൊരു താല്പര്യത്തോടെ നമ്മൾ ചിന്തിച്ചാൽ എഴുതാൻ കഴിയും. പലതെഴുതാം, സ്റ്റോറീസ് എഴുതാം, പിന്നെ അതുപോലെ നാടകമോ സ്കിറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. വായിച്ച പുസ്തകങ്ങളുടെ നോട്ടുകൾ തയ്യാറാക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. കഥാപാത്രങ്ങളെ കുറിച്ച് എഴുതാം. അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. എഴുതുന്നത് വീണ്ടും വീണ്ടും വായിച്ച് ശരിയാക്കണം എന്ന് അനൂപ് സാറ് പറഞ്ഞു. ഏറ്റവും ശരിയാണ്, ഏറ്റവും നല്ല കാര്യമാണ്. വീണ്ടും വീണ്ടും നമ്മളത് വായിക്കുമ്പോൾ ഒരുപാട് തിരുത്തലുകൾ വേർഡിങ്ങിലും അതുപോലെ തന്നെ സെന്റൻസുകളിൽ ലാംഗ്വേജസ് ഒക്കെ അങ്ങോട്ട് മാറി വരും. അത് ഏത് ഭാഷയിലും എഴുതാം. മനോജ്ജി, ഞാനും കൂടി പറയട്ടെ. ഉറപ്പായിട്ടും. അതെ, എഴുത്തെന്ന് പറയുന്നത് നമ്മള് പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എഴുത്തുകാർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പൊതുജനങ്ങൾക്ക്, ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ചിന്താഗതി. പക്ഷെ അങ്ങനെയല്ല, ആർക്കും എഴുതാം. പിന്നെ എഴുത്തിന് വിഷയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എഴുത്തിന്റെ ആ ലോകത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്തും വിഷയമായിരിക്കും. തന്നെയല്ല, എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും മനസ്സിന് വളരെ സ്വസ്ഥത പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുള്ളതാണ്. ഞാനും അത്യാവശ്യമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അടുത്ത് തന്നെ ചെറിയൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇതിലിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ അത് പബ്ലിഷ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അത് ആ ബുക്കിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്കൂൾ ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഒരു സ്റ്റോറീസാണ് അതിൽ വരുന്നത്. അപ്പം ഇന്ന് എൻ്റെ സ്കൂൾ ടൈം ഫുൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമുള്ള ഭാഗവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു വോളിയം എന്നുള്ള നിലയ്ക്ക് ഇറക്കാനാണ്. പക്ഷെ നമുക്ക് എഴുതുമ്പോൾ എഴുതി കഴിഞ്ഞാലും അത് വായിക്കുമ്പോഴും വളരെയധികം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് എഴുതി. അപ്പൊ അതുകൊണ്ട് ആരും എഴുത്തുകാർക്ക് മാത്രം എഴുതാൻ പറ്റുമെന്ന് ആരും വിചാരിക്കും. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളും നമ്മൾ കണ്ണിൽ കാണുന്നതും മനസ്സിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ഏത് വിഷയവും നമുക്കതിൽ കഥാതന്തുവാക്കാം. എഴുതണമെങ്കിൽ വലിയൊരു സംഭവം വേണമെന്നില്ല, ഒരു ചെറിയ ഒരു തന്തു മാത്രം മതി. ബാക്കി നമുക്ക് സ്വയം ഉണ്ടാക്കി എഴുതാവുന്നതാണ്. അത് തുടക്കത്തിൽ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ശൈലി വേണമെന്നില്ല. ഓരോരുത്തർക്കും എഴുതുമ്പോൾ അവരവരുടെ ശൈലിയാണ് സ്വന്തം ശൈലി. അത് വേറെ ആർക്കും സന്തോഷം തന്നില്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഓരോരുത്തർക്കും അത് സന്തോഷം സമാധാനം തരുന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് പരീക്ഷിച്ച് നോക്കണം തന്നെയാണ് എൻ്റെ ഇനിയുള്ള അഭിപ്രായം. നമസ്തേ അനൂപ് സാറേ. മനോഹരം. ഓൾ ദി ബെസ്റ്റ് മനോഹരി. നമസ്തേ അനൂപ് സാറേ. നമസ്തേ പറയൂ. ഞാൻ ഇതിനോടനുബന്ധിച്ച് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം മനോഹരിജി പറഞ്ഞതിന്റെ കൂട്ട് നമുക്ക് എഴുതാനായിട്ട് പിന്നെ എന്താ പറയാ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളൊരു എഴുത്തുകാരൊന്നും ആകണമെന്നില്ല. എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ ബാലഭാരതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി സമയത്ത് നമ്മള് കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ നടത്താറുണ്ട്. അപ്പൊ ആ സമയത്ത് പിന്നെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നാടകം എഴുതുക, സ്കിറ്റിനൊക്കെ എഴുതാനുള്ള, ഞാൻ സത്യം പറയാൻ നേരത്തെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പം സ്കിറ്റ് കുട്ടികളെ ചെയ്യിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ മനസ്സിൽ വന്നപ്പം അത് ഒരു കഥ കണ്ടെത്തിയും അത് സ്കിറ്റ് രൂപത്തിലാക്കാനും ഒക്കെ ഉള്ളൊരു പ്രചോദനം എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കുണ്ടായി. അപ്പൊ നമ്മള് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കണമെങ്കിലും നമുക്കത് എഴുതി തയ്യാറാക്കുകയും ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്.
പിന്നെ ഇവിടെ അമ്മമാരുടെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ തന്നെ ഒരു സ്കിറ്റ്, അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പിന്നെ കില കേസിന്റെ ആ സമയത്ത് അതിനോടനുബന്ധിച്ച് ഒരു സ്കിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റി. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ എഴുതി അവതരിപ്പിക്കാനൊക്കെ നമുക്ക് അന്നേരം പറ്റി. അപ്പൊ അത് മനോഹരിജി പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് നമ്മളൊരു എഴുത്തുകാരനാകേണ്ട കാര്യമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ല, എഴുതിയാണ് എഴുത്തുകാരാവുന്നത്. ആർക്ക് വേണം എഴുത്തുകാരനാവുന്നതിന് തെളിവല്ലേ? ഞാൻ 5 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എഴുതിയാൽ മാത്രമേ എഴുത്തുകാരനാവുള്ളൂ അല്ലേ സാറേ? എനിക്ക് പറ്റിയൊക്കെ പറ്റില്ലേ? കാരണം ഞാനൊരു വാശിക്ക് എഴുതി തുടങ്ങിയ ആളാ. എല്ലാവരും പറയുമായിരുന്നു നല്ലൊരു പ്രാസംഗികനെ. ഇപ്പൊ ആദ്യ സമയങ്ങളിൽ ഞാനൊരു പ്രാസംഗികനായിട്ട് ആണ് ഏകദേശം ഒരു 10,000-ഓളം വേദികളിൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാം, വയനാടൊക്കെ ചെന്നൊക്കെ അറിയാം. അങ്ങനെ ഒരു പ്രാസംഗികൻ എന്ന ലേബലിലാണ് അത്രയും പ്രോഗ്രാമുകൾക്ക് പോകും. ഈ പ്രാസംഗിക്കുമ്പോൾ പലരും പറഞ്ഞു പ്രസംഗിക്കാനേ പറ്റൂ, ഇത് എഴുതുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു മേഖലയാന്ന് പറഞ്ഞു. പ്രസംഗിക്കുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ എന്റെ അറിവിൽ ഒരു പ്രസംഗത്തിന് ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പൊ അന്ന് എനിക്ക് തോന്നി അന്നത് മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒരു പുസ്തകം എഴുതിയത്. അത് ആ പുസ്തകത്തിന്റെ ഏകദേശം ഒരു 1 ലക്ഷത്തോളം കോപ്പികൾ വിറ്റ് പോയിട്ടുണ്ട്. പിന്നീട് ഒരു 5 പുസ്തകത്തോളം എഴുതിയിട്ടുണ്ട്. 1000കണക്കിന് കോപ്പികൾ അത് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചില അപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു ത്രില്ല് ഉണ്ടാവുക. ഇപ്പോ ചില പാട്ട് പാടുന്ന ഒരാൾക്ക് താളം പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പാട്ട് പാടിക്കൊണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണെന്നാണ് പറയാ. കാരണം രണ്ടും കൂടി ഒരിക്കലും നടക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ അത് മാറണം. പിന്നെ ഞാൻ ഏത് പാടിയാലും ഏത് ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ട്, ഇപ്പൊ തബല ആയാലും മൃദംഗമായാലും എന്ത് ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പാട്ട് പാടുക. അതങ്ങനെ സ്റ്റേജിലും അപ്പോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ വിചാരിച്ച അസാധ്യമായത് ഈ ലോകത്തിൽ ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളൊരു കാര്യം പറയൂ, ഏത് കാര്യമാണോ ഞാനത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഞാനത് ട്രൈ ചെയ്യും, പഠിക്കും, അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. അതാണ് നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും ഗേൾസ് ചെറിയ പുസ്തകങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ. ഹലോ, നമുക്ക് ശ്രമിക്കാം. ശ്രമിക്കരുത് ചേച്ചി, ദയവായിട്ട് പണിയെടുക്കൂ. ചെയ്യുമെന്ന് പറയാം. എനിക്ക് എഴുതാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ പരമേശ്വരിയാണ്. അല്ല അനൂപ് സാർ, don't try, do it. അല്ലേ, ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is nothing like that. Either do or don't do. ഒന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. അതൊക്കെ പരമേശ്വരിക്ക് സ്വർണ്ണ നൂലാണ്, നമ്മളൊക്കെ ചാക്കുനൂലാണ്. അല്ല, എനിക്ക് കുറെ നാള് പരമേശ്വരിയോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. ലൈബ്രറി ഉണ്ട് വിചാരകേന്ദ്രത്തില്. അതിന്റെ ഒരു ചുമതലയിലായിരുന്നു ഞാൻ. അപ്പൊ പരമേശ്വരിക്ക് പുസ്തകങ്ങള്, പരമേശ്വരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏത് പുസ്തകത്തിനകത്ത് ഏത് കണ്ടന്റും പരമേശ്വരിക്ക് അറിയാം. ഇപ്പൊ താഴെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും, ഇന്ന പുസ്തകം എടുത്തിട്ട് അതിന്റെ ഇത്രാമത്തെ പേജ് എടുത്തിട്ട് അത് വായിക്കാൻ പറയും. അത്ര തിട്ടാണ് പരമേശ്വരിക്ക്. അപ്പൊ ഒരു ദിവസം എന്നോട് ഒന്ന് പറഞ്ഞ് നമ്മുടെ ഐൻസ്റ്റീന്റെ ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഐൻസ്റ്റീന്റെ സെപ്പറേറ്റ് പുസ്തകം അന്ന് വിചാരകേന്ദ്രത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ ഒരു പുസ്തകം ഓഫ് ദ സയൻസ് ആൻഡ് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എടുത്ത് കൊടുത്തപ്പോൾ പരമേശ്വരി എന്നോട് പറഞ്ഞു ഐൻസ്റ്റീന്റെ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് വരെ എഴുത്തെന്ന് പറയുന്ന സംഭവം എനിക്ക് ഇല്ല. ഞാനതുകൊണ്ട് ഞാനോ എന്നിങ്ങനെ പരമേശ്വരിയോട് സംശയിച്ചു ചോദിച്ചപ്പോൾ പരമേശ്വരി പറഞ്ഞു, താനൊന്ന് എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, കുറച്ചൊന്ന് എഴുതി കാണിക്കേ, ഞാനത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാനത് കുറച്ചൊന്ന് എഴുതി കാണിക്കുമ്പോൾ പരമേശ്വരി പറഞ്ഞു, തനിക്ക് എഴുത്ത് ഭാഷയുണ്ട്, എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് പരമേശ്വരി, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. പരമേശ്വരി തന്നെ അത് കേസരിക്ക് അയച്ചു കൊടുത്തു. നമ്മുടെ കേസരിക്ക് അയച്ചു കൊടുത്തു. അത് കേസരിയിൽ പിന്നെ ബാലഗോകുലം പങ്കിയില് ഒരു 5-6 ആഴ്ച അത് അച്ചടിച്ചു വന്നിരുന്നു. അങ്ങനെ എനിക്ക് ബാലകൃഷ്ണ 500 രൂപ ഇത് അയച്ചു തരുമായിരുന്നു. ഓരോ ആഴ്ച പ്രസിദ്ധീകരിക്കുമ്പോ അതിന്റെ 500 രൂപ. ഇങ്ങനെയുള്ള ആളാണ് എന്നെ എഴുതാൻ വേണ്ടി ഒരു പ്രചോദനത്തിന്റെ ആവശ്യം കാത്തിരിക്കുന്നത്. ചെയ്യും.
അപ്പൊ തീർച്ചയായിട്ടും ഗീൽച്ചിയുടെ മനോഹരമായ ഒരു പുസ്തകം, ഞാൻ പറയുന്നത് ഗീൽച്ചി ഒരു പുസ്തകം എഴുതുന്നതിനേക്കാൾ നല്ല ഗീൽച്ചി ഒരു നല്ലൊരു പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. കേട്ടോ, അത് വലിയൊരു നേട്ടമായി. എഴുതുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ നമുക്ക് ഒരുപാട് സംഗതികളുണ്ട്. നമ്മുടെ ഇപ്പൊ ഒരു ഇംഗ്ലീഷിൽ ഒരു പുസ്തകം ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അത് വായിക്കുന്നില്ലല്ലോ. അപ്പൊ അത് ഭംഗിയായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഭംഗിയായിട്ട്. അപ്പൊ എത്ര എന്നായിരിക്കും അത് പ്രസിദ്ധീകരണം? മാർച്ചിൽ പറ്റില്ലേ? അയ്യോ, ഇവിടെ പുസ്തകങ്ങൾ കിട്ടാന് അത്ര ഓൺലൈനിൽ എല്ലാ പുസ്തകം കിട്ടില്ലേ? ആമസോണിൽ കിട്ടില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും ബുക്കുകളെല്ലാം. ഏത് പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ മതി, അവിടെ എത്തും. അതെ, ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ എന്തായിരുന്നു? കംപ്ലൈന്റ് പറയരുത്. ആരാ പറയുന്നത്? കംപ്ലൈന്റ് പറയുന്ന ആള് തന്നെയാണോ കംപ്ലൈന്റ് പറയുന്നത്? ഞാൻ പറയാം ധന്യ. നോ കംപ്ലൈന്റ് പറയരുത് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മള് ഇത് മുൻകൂർ ജാമ്യാണ് സുരേഷ്. പ്രയർ ചൊല്ലാത്തതിന് നമ്മൾ കംപ്ലൈന്റ് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം, അത് ഞാൻ ആദ്യം പറഞ്ഞപ്പോ പ്രതീക്ഷിച്ചതാ. അല്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള എന്റെ മടിയാണ് ഇതിന്റെ കാരണം. അത് തന്നെയാണ് ഞാൻ ഇതിൽ പറയുന്നതും. കംപ്ലൈന്റ് നമ്മൾ ചുറ്റുമുള്ള ഒരുപാട് ഒരു മിനിറ്റ് ധന്യാജി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ധന്യാജി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ധന്യാജിയുടെ പരാതിയുടെ ഇത് നമുക്ക് അവതരിപ്പിക്കാം. പറഞ്ഞത് ഇങ്ങനെയാണ്: ഒറ്റപ്പാലത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം പൊതുവെ ഞാൻ ഒരു ഒളിച്ചോടൽ അവസ്ഥയിലായിരുന്നു. പൊതുവെ ഞാൻ ഉൾവലിയാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ചാലക്കുടി പരിപാടിയിൽ വരാൻ താല്പര്യം വളരെ കുറവായിരുന്നു. അതിന് വേണ്ടിയിട്ട് മകളുടെ ഒരു ആക്സിഡൻറ്റിനെ മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവസാനം എൻ്റെ വായിന്നത് 2 കേട്ടത് കൊണ്ട് മാത്രമാണ് വന്നത് എന്ന പച്ചയായ ഒരു സത്യം പറഞ്ഞുകൊണ്ടാണ് ചാലക്കുടിയിൽ വന്നത്. ഇനി ബാക്കി പറഞ്ഞോളൂ. തീർച്ചയായിട്ടും അത് ഞാൻ അന്ന് ആ പരിപാടിയെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ മെന്റലി കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു. അതിൽ നിന്ന് റിലാക്സ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പൊ ഞാൻ എങ്ങും പോവില്ല എന്ന് വിചാരിച്ചിങ്ങനെ വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കാന്ന് പറയില്ലേ, മൊത്തം എല്ലാത്തിനും ഇങ്ങനെ ഉൾവലിഞ്ഞിങ്ങനെ ഇരിക്കാന്ന് പറയില്ലേ, ആ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പൊ സുരേഷ് ജി അന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ആ പ്രോഗ്രാമിന്. ശരിക്കും വന്നു. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ആദ്യത്തെ നിമിഷം വരെ. പക്ഷെ ഇടയ്ക്ക് എന്റെ മൂഡ് ചേഞ്ച് വീണ്ടും ഉണ്ടായി. എന്നാലും എല്ലാം ഓക്കെ ആയി. ഞാനിപ്പോ ഹാപ്പിയാണ്. വിഷയത്തിലേക്ക് വരും. കംപ്ലൈന്റ് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് എപ്പോഴും കംപ്ലൈന്റ് പറയുന്നവരാണ്. ആ സ്വഭാവം നമ്മൾ മാറ്റുക. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മടിയാണ് നമ്മളെ കൊണ്ട് കംപ്ലൈന്റ് പറയിക്കുന്നത്. അപ്പോൾ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ ചെയ്യാത്ത കാര്യമാണ്, പറയാൻ പറ്റില്ല, എന്നാലും പറയാണ്. പിന്നെ പറഞ്ഞത് വിമർശനം. നമ്മൾ വിമർശിക്കാതിരിക്കാം. ഇനിയിപ്പോ വിമർശിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവരോട് മാത്രമായിട്ട് പറയാം. പക്ഷെ ആ വിമർശനം വ്യക്തിഹത്യമായിട്ട് പോവാതെ നോക്കാം. അവരെ ഇങ്ങനെ വല്ലാതെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ വിമർശിക്കാതിരിക്കാം. കാരണം നമ്മുടെ ചിന്താഗതി ആയിരിക്കില്ല മറ്റുള്ളവർ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ പെരുമാറണം എന്നില്ല. അവരുടെ ഓരോ കാര്യങ്ങളും അതുപോലെ ആവണം എന്നില്ല. അപ്പൊ വിമർശിക്കുമ്പോൾ പോലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിച്ചിട്ട് വിമർശിക്കണമായിരിക്കും നല്ലത്. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. ഞാൻ പറയട്ടെ? വായിക്കുക, ചെയ്യുക, എഴുതുക, ഒഴിവാക്കുക. അനൂപ്ജി, നമ്മുടെ ഷീബാജിക്ക് എന്തോ പറയാനുണ്ട്, ഒന്ന് പറഞ്ഞോട്ടെ. ഷീബാജി ശിവാജി ഒരു പരാതി ഉണ്ട്, വീഡിയോ കാണില്ല. പരാതി പറയാന്ന് പറഞ്ഞാല് എന്താ പറയാ, ചിലവര് വിചാരിക്കുന്നത് അവര് പറയുന്നത് ശരിയായിരിക്കും എന്നായിരിക്കും. അപ്പൊ നമ്മൾക്കായിരിക്കും ചിലപ്പോ അത് പരാതിയായിട്ട് തോന്നലുണ്ടാവുക. അവരുടെ വശത്ത് നിന്ന് പറയുമ്പോൾ അവരുടെ ചിന്തകളിൽ അത് ശരിയായിരിക്കും.
നമ്മൾക്കായിരിക്കും അത് പരാതിയായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല, അത് ശരിയല്ല എന്നല്ലേ. ചില കാര്യങ്ങളൊക്കെ അവരായിട്ട് കൂടുതൽ അടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അങ്ങനെയാണോ എന്ന് തോന്നും. ഞാൻ മനസ്സിലാക്കി ഉദ്ദേശിച്ച് പറയുന്നത്, ഒരാളെ പരാതി പറയുമ്പോൾ എന്തിനാണ് പരാതി പറഞ്ഞതെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അതെ, നമ്മൾ പറയുന്നവരാവുന്നതാണ്. ഇപ്പോ അതായത് ഇപ്പോ ഭർത്താവ് പരാതി പറയുമ്പോൾ നമ്മളോടാണ് പരാതി പറയുന്നതെങ്കിൽ നമ്മൾ കേൾക്കണം എന്താണ് അതിന്റെ റീസൺ, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കണം. അത് കറക്റ്റ്. ഞാൻ പറഞ്ഞത് ഷീബക്ക് പരാതി പറയുന്ന ആളാവില്ല. അപ്പോ നമ്മുടെ ആദ്യത്തെ ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു, അതെപ്പോ ഇടണം, ഏത് സമയത്ത് ഇടണം, എല്ലാവരും തയ്യാറാക്കി വെക്കുക എന്നുള്ളത് സുരേഷേട്ടും പറയുന്നുണ്ടാവും. നമ്മളുടെ വിഷയം ഇതായിരുന്നു, ഹൈവേ ഹിപ്നോസിസ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ സെർച്ച് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, അത് സെറ്റാക്കി വെക്കുക. ലളിതമായ രീതിയിൽ വളരെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് നമ്മൾ പറയണം. ഓക്കെ, താങ്ക് യു ആൾ, ബൈ. അനുസാറെ സമയം നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കാം. അത് കൊടുത്തു, അത് ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയം 1 മണിക്കൂർ കൊടുത്താൽ പോരെ? 1 മണിക്കൂർ വേണ്ട, ഇടാൻ വേണ്ടി ഒരു 15 മിനിറ്റ് സമയം മതി. ഓക്കെ, രാവിലെ 8 മണി ആക്കട്ടെ. എപ്പോഴും. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്, ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഇടാൻ പറഞ്ഞാൽ ഇന്ന് തന്നെ ഇട്ടുണ്ടാവും, അല്ലെങ്കിൽ നാളെ ഇട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഞായറാഴ്ച കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ്, അല്ലെങ്കിൽ തിങ്കളാഴ്ചയും കഴിഞ്ഞ് ചൊവ്വാഴ്ച അനുസാർ പറഞ്ഞതല്ലേ ഞാൻ ഇടണ്ടല്ലേ വിചാരിച്ച് ഇടുന്നുണ്ടാവും. അങ്ങനെ ഒരു ശീലം നമുക്കുണ്ട്. അല്ല, 8 to 8:15 ആണെങ്കിൽ ആ 15 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം പിന്നെ ആരും ഇടാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, ഇവിടെ സമയം മാറ്റിക്കോ, ഞായറെന്നുള്ള തിങ്കളോ ഇനി 1 മാസം കഴിഞ്ഞ്. പക്ഷെ ഇടുന്ന സമയം കൃത്യമുണ്ടാവണം, എപ്പോഴാണ് ഇടുന്നതെന്ന് കൃത്യമായി തീരുമാനിക്കാൻ പറയും. ഒരു കാര്യം ചെയ്യാം, ഞായറാഴ്ച 8:15 കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇത് ഗ്രൂപ്പ് അഡ്മിനുള്ളിൽ അല്ല, അരമണിക്കൂർ കൊടുക്കും, 8 to 8 വരെ. എന്തിനാ സാറേ ഒരു സാധനം പോസ്റ്റ് ചെയ്യാൻ അരമണിക്കൂർ? 10 മണിയാ? ഓക്കെ, ശരി, ആയിക്കോട്ടെ, 10 മണിയാക്കാം. 10 മണിയായാലും കുഴപ്പമില്ലല്ലോ, നേരം വെളുക്കുന്ന സമയമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. 10 മണി തൊട്ട് 10:15 വരെയുള്ള സമയം. ബാലകൂലം എനിക്കുണ്ട്. യോഗയില് യോഗനിദ്ര നടത്തി അതിന്റെ ഇടയ്ക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന ആളാണ്. ഒരു സാധനം പോസ്റ്റ് ചെയ്യാൻ മിണ്ടരുത്. ഓൺലൈനിൽ അതൊന്നും പറ്റില്ല, ഓൺലൈനിലല്ലേ പറ്റുള്ളൂ. അത് ഇപ്പോഴേ എഴുതി വെച്ചാ മതി, എന്നിട്ട് ആ സമയത്ത് അവിടെ പോസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ, വേവിച്ച് ഐഡിയ ഉണ്ട്. അനുസാറെ അടുത്തെന്താ? 10 മണി സമയം. കഴിഞ്ഞു അല്ലേ? ഞായറാഴ്ച രാവിലെ 10 മണി, 10 to 10:15, 10 മുതൽ 10:15 വരെ. ഇപ്പോഴേ അലാറം സെറ്റ് ചെയ്ത് വെച്ചോളൂ. സമയമുണ്ടല്ലോ, വ്യാഴം, വെള്ളി, ശനി, ഓക്കെ. നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് കടന്നോളൂ.